ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനാപുരത്ത് മഞ്ചള്ളൂരുള്ള ചെറുപുഷ്പം ഗാർഡനിലേക്കാണ്. അതിൻ്റെ ഓണർ മഞ്ജു കുറേ കാലമായിട്ട് എൻ്റെ സുഹൃത്തു കൂടിയാണ്. മഞ്ജുവിന് പത്തനാപുരത്തും അതിനോടൊപ്പം കലഞ്ഞൂരും പിറവന്തൂരുമൊക്കെ ചെറുപുഷ്പം ഗാർഡൻ്റെ ബ്രാഞ്ചുകളുണ്ട്. കലഞ്ഞൂര് ഗാർഡൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മഞ്ജുവുമായിട്ട് അടുത്ത പരിചയമുണ്ടായിരുന്നു എനിക്ക്. അതിനോടൊപ്പം മഞ്ജു ചില ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ആശുപത്രിയിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മഞ്ജുവിനോട് തന്നെ ചോദിച്ചറിയാം. എനിക്ക് 5 വർഷത്തിലധികമായിട്ട് സ്ത്രീല ഡോക്ടറെ പരിചയമുണ്ട്. പക്ഷേ എനിക്ക് ഡോക്ടറെ അടുത്തോട്ട് പോകാനോ ചികിത്സ തേടാനോ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ മാസവും എനിക്ക് 2-3 പ്രാവശ്യം പനി വരികയും ശക്തമായ തലവേദനയും വരുന്ന കണ്ടപ്പോൾ എൻ്റെ ഗാർഡൻ അടുത്തുള്ള സുഷമ ചേച്ചിയാണ് പറഞ്ഞത്, ഇതുപോലെ ആയുർശ്രീ എന്ന് പറയുന്ന പത്തനാപുരത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, ശ്രീല എന്ന് പറയുന്ന ഡോക്ടറുടെ മരുന്ന് നല്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഒരു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. അങ്ങനെ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഒരു 7ാം ക്ലാസ് മുതലുള്ള സൈനസൈറ്റിസാണ്. അത് നന്നായിട്ട് കഫം പോവുകയും ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. വെച്ചാൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് നല്ലതായിട്ട് ഒരു 10-15 ദിവസം മരുന്ന് കഴിച്ചു. എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഡോക്ടർ ആയുർശ്രീയിലെ ചികിത്സയിൽ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ തലവേദന മാറി. പിന്നെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടേ ഇല്ല. ആയുർവേദ ചികിത്സയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഈ മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഉറങ്ങിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. 7ാം ക്ലാസ് മുതലുള്ള തലവേദനയാണ്. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് 10-ലധികം ഡോക്ടർമാരെ തലവേദനയായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതുപോലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വന്നാൽ ഈ കണ്ണിനും പിരിയത്തിൻ്റെ ഇടയിലും ഇവിടെ ആയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഫം കെട്ടി നിന്നിട്ട് ഇവിടെ അങ്ങ് കുത്തുന്നത് പോലുള്ള വേദനയാണ്, സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദന. ആ വേദന ആവി പിടിച്ചിട്ട് ഒന്നും മാറിയിട്ടേ ഇല്ല. പക്ഷേ ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ ഇതിന് നല്ല വ്യത്യാസം വന്നെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഈ അസുഖം എൻ്റെ മാറി. ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല, ഒന്നും എടുക്കാൻ പറ്റത്തില്ല, സൗണ്ട് കേൾക്കുന്ന ബുദ്ധിമുട്ടോ, മറ്റുള്ളവരെ കാണുന്നത് പോലും നമുക്ക് ദേഷ്യം വരുന്ന അവസ്ഥയായിരുന്നു. ഗാർഡൻ മേഖല ആയിക്കൊണ്ട് വെയിലത്ത് ഇറങ്ങണം, പൊടിയുണ്ട്, പിന്നെ ചൂടിനകത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ അടുത്ത് സംസാരിക്കാനൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ അങ്ങ് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. ഇപ്പം ആഴ്ച ഓരോ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് തലവേദനയ്ക്കായിട്ട്. ഇപ്പം ആയുർശ്രീയിലെ മരുന്ന് കഴിച്ചാൽ പിന്നെ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എൻ്റെ ഈ അസുഖം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് ചിലപ്പോൾ എന്നെപ്പോലെ ഇത് എവിടെ ചെന്ന് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായി മാറിക്കിട്ടുമെന്ന് അറിയത്തില്ല. അവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത്. പിന്നെ ആ മേഡത്തിനെ കാണാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ രോഗം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. ഇതിന്റെ പേരെങ്ങനെ? ഇത് ഡെക്കോമ എന്ന് പറയും. എപ്പോഴും പൂക്കളുള്ള വെള്ള റോസയൊക്കെ ധാരാളം ബട്ടർഫ്ലൈ റോസയാണ്. അത് ഇഷ്ടം പോലെ പേപ്പർ റോസ, ധാരാളം തെറ്റി വെറൈറ്റികളും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബോഗൻവില്ലയുടെ സീസൺ കഴിഞ്ഞു. മഴയായി കഴിഞ്ഞാൽ പിന്നെ ബോഗൻവില്ല അങ്ങനെ. ആ റോസൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അല്ലേ? ബ്രിട്ടീഷ് ഓറഞ്ച് നല്ല റോസയാണ്. പണ്ടത്തെ മൊസാണ്ട എല്ലാം ഇവിടെ അവൈലബിൾ. പഴയ മൊസാണ്ടയാ ഇത്. നമ്മുടെ വീട്ടിലൊക്കെയാണ്. തെറ്റികളും പണ്ട് ഞാൻ നിങ്ങളുടെ കലഞ്ഞൂര് ഗാർഡനിൽ വന്ന് ഒരുപാട് തെറ്റി വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അച്ഛനും എല്ലാം വന്നു ഇഷ്ടംപോലെ തെറ്റിയും സാധനം എല്ലാം മേടിച്ചു. തെറ്റി വളരെ നല്ലതായിട്ട് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ വളരെ അനുയോജ്യമായിട്ട് നിൽക്കും. താമര ചില സമയത്ത് പൂക്കും, ഇനി ഒന്നുകൂടെ നടണം. ഇവിടെ ഔഷധ സസ്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ആണ്. പിന്നെ നമ്മുടെ ചങ്ങലംപരണ്ടയുണ്ട്. കാൽഷ്യം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ തേയ്മാനത്തെ കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു ചെടിയാണ്. അത് ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ടോ? ചമ്മന്തി അരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കുറ്റിമുല്ലയൊക്കെ ധാരാളം ഇവിടെ ഉണ്ട്. അത് അതിന്റെ മണം നമുക്ക് വളരെ പീസ്ഫുള്ളും അതുപോലെ ഈ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. എന്നാലും ആ കുറ്റിമുല്ല വൈകുന്നേരം പൂക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഗന്ധം അത് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. ഈ റോസയിലൊക്കെ എങ്ങനെയാ ഇത് ബഡ് ചെയ്ത തൈയാണോ? ബഡ് തൈയാ. ഓക്കെ. ഇത് നമുക്ക് പരിചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റി ആണോ? കുറച്ച് കെയറിങ് വേണം. എന്നാലും ഇതും കുറേ നാളെ പൂ നിൽക്കുമായിരിക്കും അല്ലേ? കുറേ ദിവസം നിൽക്കും. ഓക്കെ.
നമുക്ക് പരിചരണം കുറഞ്ഞ ചെടിയാണ് ഇഷ്ടം. എന്നുവെച്ചാൽ നമുക്ക് നോക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. വളം ഇട്ട് കൊടുത്ത് നല്ല വെയിലുള്ളിടത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ ഓക്കെ, നന്നായി പിടിക്കും. ഈ റോസും കുറെ പരിചരണം വേണ്ടാത്തതാണ്. ഇഷ്ടം പോലെ പൂക്കളം ഉണ്ടാകുന്ന റോസയാണ്. പക്ഷെ വെയിൽ വേണം, അതായത് വെയിൽ വേണം. DAP എന്ന് പറയുന്ന വളവും കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. ഓക്കെ, അത് ഡെക്കോമ അല്ലേ? ഈ പൂക്കൾക്കൊക്കെ പരിചരണം വേണ്ടുന്നതാണോ? ഇതൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന റോസയാണ്. ഇതിന്റെ പേര് ബ്രിട്ടീഷ് ഓറഞ്ച് എന്നാ. ഇത് നന്നായിട്ട് പൂക്കുന്നതാണ്. നന്നായിട്ട് പൂക്കുന്ന, വെയിലുണ്ടെങ്കിൽ നമ്മൾ വളവും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും. ഒരടിപ്പൊന്നും ഉണ്ടാവത്തില്ല. ബോഗൺവില്ലയുടെ പൂവൊക്കെ തീർന്ന ഒരു സമയമായി അല്ലേ? തെറ്റിയുടെ കുറെ വെറൈറ്റി ഉണ്ട് ഇവിടെ അല്ലയോ? തെറ്റി കുറെ ഉണ്ട്. കുറ്റിത്തെറ്റികള് ഇത് ബോർഡറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല. ഇത് നല്ല ഇനം മാവ. ഇത് നാട്ടുമാവിന്റെ തൈ കിട്ടുമോ? നാട്ടുമാവിന്റെ തൈ കിട്ടും. നാട്ടുമാവുണ്ട്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്നേ. ഇതാ ഞാൻ പറഞ്ഞ ടെർമിനാലിയ. ടെർമിനാലിയ ഇത് വെരിഗേറ്റഡ് അല്ല, നോർമലാ. സ്റ്റാർ ഫ്രൂട്ടാ. അത് ജ്യൂസൊക്കെ അടിക്കാൻ നല്ല മധുരമാണ്. പിന്നെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. അബിയു, അമ്പഴം, അബിയു. ഇത് തായ്ലൻഡ് ചാമ്പയാണ്. ഇതാണെങ്കിൽ നല്ല മധുരം. 6 മാസം ആകുമ്പോഴേ ഇത് കായ്ക്കും. ഇതിന്റെ പച്ച തിന്നാൽ തന്നെ നല്ല മധുരമുള്ള ഇനമാണ്. ഇതാ പടം അല്ലേ? ഇതാ പടം. പിന്നെ ഇതൊരു തായ്ലൻഡ് ഫ്രൂട്ട് അബിയു. വളരെ നല്ല പഴമാണ്. ഇത് മരത്തിൽ തന്നെ നിന്ന് ഇത് ഞാവലല്ല, ഇലഞ്ഞിയാ. നാൾവൃക്ഷമാണ് ഇലഞ്ഞി. നമ്മൾ അമ്പലത്തിലൊക്കെ ഇലഞ്ഞിപ്പൂവ്. ഞാവലിന്റെ കൂട്ടിരിക്കുന്നു. ഞാവലിന്റെ അതേ ഇലയാ. പിന്നെ ഇത് വെറൈറ്റി ഒരുപാട് പ്ലാവുകളുണ്ട്. 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം എയർലി പോലെ ഒരുപാട് ചക്ക വന്ന് നിൽക്കുന്നു. 1 വർഷം ആകുമ്പോഴേ ചക്ക പിടിക്കുന്നു. പിന്നെ റംബൂട്ടാന്, അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റം ഒരുപാടുണ്ട്. പേരകള് ഇതൊക്കെ 6 മാസം ആകുമ്പോഴേ കഴിക്കുന്നേ. റംബൂട്ടാനുണ്ട്, തായ്ലൻഡ് പേരകള്. ഇത് ലക്ഷ്മി തരുവ. ഇപ്പൊ ലക്ഷ്മി തരുവ അധികം പേര് മേടിക്കുന്നില്ല. ഇത് മക്കോട്ട. പിന്നെ നമ്മുടെ ഷുഗർ അറിയാം. ഓക്കെ മഞ്ജു, അപ്പം ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയതെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എനിക്ക് 2 ചെടികളും കൂടെ വേണം. ഈ റോസ. മഞ്ജുവിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തതിന് നന്ദി. അതുപോലെ തന്നെ ഇനിയും പല ബ്രാഞ്ചുകൾ ഈ ചെറുപുഷ്പം ഗാർഡൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.